ദില്ലിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ വിദ്വേഷ പരാമർശം നടത്തിയ ടി.ജി. മോഹൻദാസിന്റെ വീട്ടിൽ പോലീസ് റെയ്ഡ്. കേസെടുക്കാത്തതിൽ വലിയ വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് 11ാം ദിവസം ഈ പോലീസ് റെയ്ഡ് നടക്കുന്നത്. വിവരങ്ങളുമായി അർച്ചന കൂടി ചേരുന്നുണ്ട്. അർച്ചന, നോക്കൂ, ജൂലൈ 29-ന് എടുത്ത കേസാണ്. ഇപ്പോൾ 11 ദിവസം വേണ്ടി വന്നു അവിടെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ഒരു പരിശോധന നടത്തുവാൻ പോലും കേരളത്തിന്റെ പോലീസിന്. ഇന്നിപ്പോൾ ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം കൂടി ഉണ്ടായിരുന്നു. അറസ്റ്റ് ചെയ്യുന്നത് തന്റെ ഉത്തരവാദിത്തമല്ല, താനല്ല പറയേണ്ടതെന്ന് കൈയൊഴിയുകയായിരുന്നു രമേശ് ചെന്നിത്തല. അപ്പോൾ ഈ ഒരു സാഹചര്യം എല്ലാം കൂടി നിൽക്കുന്ന ഒരു ഇടത്താണ് ഇപ്പോൾ ഈ റെയ്ഡ് നടക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? സിന്ധൂരി, തീർച്ചയായും വലിയ വിമർശനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു. അതിനുശേഷം ഇതാ കേസെടുത്തപ്പോൾ 11ാം ദിവസമാണ് പോലീസ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തുന്നത്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കൊച്ചി മട്ടാഞ്ചേരിയിലെ വീട്ടിലാണ് ഇപ്പോൾ പോലീസ് റെയ്ഡ് നടത്തുന്നത്. ടി.ജി. മോഹൻദാസിന്റെ വീട്ടിൽ വൈകിട്ടോടു കൂടിയാണ് പോലീസ് എത്തിയത്. എന്തായാലും അദ്ദേഹം ആ വീട്ടിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതുവരെ പോലീസിന് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പോലീസ് അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടുന്നുണ്ട്. എന്തായാലും വലിയ വിമർശനം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നത്. കാരണം ഡൽഹിയിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ വളരെ മോശമായി വിവാദ പരാമർശം നടത്തുകയായിരുന്നു അദ്ദേഹം. അതിനുശേഷം പോലീസ് കേസെടുക്കാൻ തന്നെ ദിവസങ്ങൾ കഴിഞ്ഞു. പിന്നീട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയും ചെയ്തിട്ടില്ല. ഇന്ന് ആഭ്യന്തരമന്ത്രിയോട് അടക്കം ചോദിച്ചപ്പോൾ അതിൽ കേസെടുത്തിട്ടുണ്ട്, ഈ അറസ്റ്റ് ചെയ്യേണ്ടത് താനല്ലല്ലോ എന്ന് പറഞ്ഞ അദ്ദേഹവും ഇതിന്ന് കൈയൊഴുകുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ പോലീസ് അവിടെ എത്തിയിട്ടുണ്ട്. അതായത് ദിവസങ്ങൾക്ക് ശേഷം ജൂലൈ 29-നാണ് ടി.ജി. മോഹൻദാസിനെതിരെ തിരുവനന്തപുരം സൈബർ പോലീസ് കേസെടുത്തത്. അതിൽ ഇപ്പോൾ 11 ദിവസം പിന്നിട്ടിരിക്കുന്നു. അദ്ദേഹത്തിനെതിരെ യാതൊരു നടപടിയും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്താണ് ഏറ്റവും വലിയ വീഴ്ചയായി പോലീസിൽ ഇത് ഉയർത്തിക്കാണിക്കുകയും ചെയ്തത്. അത്രയും വിഷാംശം നിറഞ്ഞ രീതിയിലാണ് അദ്ദേഹം ഡൽഹിയിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ കുറിച്ച് പരാമർശം നടത്തിയത്. അതിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നെങ്കിൽ ഈ വിദ്യാർത്ഥികളെ വെടിവെക്കും എന്നതാണ് അദ്ദേഹം അന്ന് ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ കുറിച്ച് പറഞ്ഞത്. മാത്രമല്ല, പെൺകുട്ടികൾ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരായിരുന്നു എന്നതായിരുന്നു ഇയാളുടെ പരാമർശം. അത്തരത്തിൽ ഏറ്റവും വിഷലിപ്തമായ അല്ലെങ്കിൽ കലാപ ആഹ്വാനത്തിന് പോലും ഇത്തരത്തിലൊരു പരാമർശം അദ്ദേഹത്തിന്റെ വഴിവെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത്രയും ദിവസമായിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല എന്നത് വലിയ വീഴ്ച തന്നെയാണ്. അതിനെതിരെ വലിയ വിമർശനങ്ങളടക്കം ഉയർന്നു വരികയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ അവസാനം പോലീസ് അദ്ദേഹത്തിന്റെ വീട്ടിൽ പരിശോധനയ്ക്ക് എത്തിയത്. അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്താൽ നേരെ കൊണ്ടുപോകുക തിരുവനന്തപുരത്തായിരിക്കും. കാരണം കേസടക്കം എടുത്തത് അവിടെയാണ്. കലാപാഹ്വാനത്തിനാണ് ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്തത് സൈബർ പോലീസ്. എന്തായാലും അയാളെ വീട്ടിൽ ഇപ്പോൾ പോലീസ് എത്തിയിട്ടുണ്ട്. ഇനി അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കേണ്ടതുണ്ട്. അറസ്റ്റ് നടത്തിയാൽ തിരുവനന്തപുരത്തേക്കായിരിക്കും അദ്ദേഹത്തെ കൊണ്ടുപോകുക. എന്തായാലും മട്ടാഞ്ചേരിയിലെ വീട്ടിലാണ് ഇപ്പോൾ പോലീസിന്റെ പരിശോധന നടക്കുന്നത്. അദ്ദേഹം ആ വീട്ടിലുണ്ട് എന്ന് തന്നെയാണ് അറിയാനും കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും വലിയ വീഴ്ച ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിൽ നിന്ന് ആദ്യഘട്ടം മുതൽ ഉണ്ടായിരുന്നു. കാരണം ഇങ്ങനെ ഒരു പരാമർശം നടത്തിയതിനു ശേഷം വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയും അതിനുശേഷം ദിവസങ്ങൾ കഴിഞ്ഞ് പോലീസ് കേസെടുക്കുന്നു. ശേഷം 11 ദിവസം കഴിഞ്ഞിട്ട് പോലും ഇതിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ വൈകുന്നു. അതിൽ ആഭ്യന്തരമന്ത്രിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം കൈമലർത്തുകയാണ്. അതിനുശേഷമാണ് ഇന്നിപ്പോൾ പോലീസ് അദ്ദേഹത്തിന്റെ വീട്ടിൽ എത്തിയിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം കേരളത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തില്ല എന്നതാണ് വ്യാപക വിമർശനമായി ഉയരുകയും ചെയ്തത്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഈ യൂട്യൂബുകളിലടക്കം വലിയ രീതിയിൽ ഈ വിഷാദം ലഭിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അയാൾ. പല രീതിയിൽ അയാൾക്കെതിരെ കേസുകൾ കൊടുക്കുക, അതായത് ഇത്തരത്തിൽ വലിയ പരാമർശങ്ങൾ നടത്തിയിട്ടും അതിനെതിരെ പരാതികളുണ്ട്. പക്ഷേ ആ ഘട്ടത്തിലൊന്നും പോലീസ് കൃത്യമായി ഇടപെട്ടില്ല എന്നത് വലിയ പ്രധാനപ്പെട്ട വീഴ്ച തന്നെയാണ്. എന്തായാലും ഇപ്പോൾ പോലീസ് ഈ 11ാം ദിവസത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ മട്ടാഞ്ചേരിയിലെ വീട്ടിൽ പരിശോധനയ്ക്ക് എത്തുന്നത്. എന്തായാലും തിരുവനന്തപുരം സൈബർ പോലീസാണ് ഇപ്പോൾ മട്ടാഞ്ചേരിയിലെ വീട്ടിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ പരിശോധന നടത്തുന്നത്. സിന്ധൂരി. അർച്ചന, സ്ത്രീവിരുദ്ധ പരാമർശം ഉൾപ്പെടെയുള്ള ക്രിമിനൽ കേസ് ഉൾപ്പെടെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ 11 ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് റെയ്ഡ് ഉൾപ്പെടെയുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. ഇത്തരത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള അനാസ്ഥയല്ലേ ഈ വിഷയത്തിനകത്തുണ്ടായിട്ടുള്ളത്? അർച്ചന, സ്ത്രീവിരുദ്ധ പരാമർശം ഉൾപ്പെടെയുള്ള ക്രിമിനൽ കേസ് ഉൾപ്പെടെ നിലവിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. അതുൾപ്പെടെ നിലനിൽക്കുന്ന സാഹചര്യത്തിനകത്തും 11 ദിവസത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു റെയ്ഡ് ഉൾപ്പെടെ കേരള പോലീസ് നടത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. ഇതിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള ഒരു അനാസ്ഥയല്ലേ ഉണ്ടായിട്ടുള്ളത്? തീർച്ചയായും വലിയ അനാസ്ഥ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെയും ആഭ്യന്തര വകുപ്പിലൊക്കെ ഉണ്ടായിരിക്കുന്നത്. അതിൽ വലിയ വിമർശനം പല കോണുകളിൽ നിന്നായി
ഉയർന്നു വരികയും ചെയ്തു. ഒന്ന്, ഇതിൽ ഇത്തരമൊരു പരാമർശം, അതായത് സ്ത്രീവിരുദ്ധ പരാമർശം ഡൽഹിയിൽ ഒന്നടങ്കം ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ യുവാക്കളും ഒക്കെ സമരം ചെയ്യുമ്പോൾ അതിൽ പലതരത്തിൽ പിന്തുണ പ്രഖ്യാപിച്ച ആളുകൾ അങ്ങോട്ടേക്ക് എത്തുന്നു. മാത്രമല്ല കേരളത്തിലുടനീളം അതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾ നടക്കുന്നു. അതിനിടെയാണ് ഇത്തരം വിദ്യാർത്ഥികളെ അധിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ അവിടെ പങ്കെടുത്ത സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ഇത്തരം ഒരു പരാമർശം നടത്തുകയും അതിൽ പരാതി വന്നിട്ടും കേസെടുക്കാൻ പോലീസിന് ദിവസങ്ങൾ വേണ്ടി വന്നു. അതിനുശേഷം ഇതിൽ അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് പോലീസ് കടന്നില്ല. അദ്ദേഹം ഈ കേരളത്തിൽ തന്നെയുണ്ട്, അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെയുണ്ട്. എന്നിട്ട് പോലും പോലീസ് ഇതിൽ ഒരു നടപടിയും എടുക്കാൻ തയ്യാറായില്ല. അതിൽ വലിയ വിമർശനം ഉയർന്നു വന്നു. ഇന്ന് ആഭ്യന്തരമന്ത്രി മറ്റു കേസുകളിലെ പ്രതികളെ പിടികൂടുകയും ചെയ്യുന്നു. പക്ഷേ എന്തുകൊണ്ട് ഇതിലൊരു നടപടി എടുക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം കൈമലർത്തിക്കൊണ്ട് ഇതിൽ താനല്ലല്ലോ അറസ്റ്റ് ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞ് ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറുകയും ചെയ്തത്. എന്തായാലും ആ കേസിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോലീസ് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. എന്തായാലും അത്രയും വിവാദമായ പരാമർശമാണ്, അത്രയും സ്ത്രീവിരുദ്ധമായ പരാമർശമാണ്. ആ പങ്കെടുത്ത വിദ്യാർത്ഥികൾ ഒന്നടങ്കം, അതായത് ഒരു വീഴ്ച കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും വലിയൊരു വീഴ്ച ഉണ്ടാകുന്നു. അതിനെതിരെ ഒരു രാജ്യത്തെ ഉടനീളം വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നു. ആ പ്രക്ഷോഭമുഖത്ത് പല ആളുകൾ പിന്തുണ പ്രഖ്യാപിച്ചെത്തുന്നു, അതിനെതിരെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. അതിനിടെയാണ് ഇത്രയും മോശമായ രീതിയിൽ അയാൾ പരാമർശം നടത്തിയത്. അതായത് തോക്ക് കിട്ടിയിരുന്നെങ്കിൽ ആ കുട്ടികളെ വെടിവെച്ച് കൊല്ലുമായിരുന്നു, അവിടുത്തെ സ്ത്രീകൾ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ആളുകളാണ് എന്നടക്കമുള്ള പരാമർശങ്ങൾ. അതായത് നരേന്ദ്രമോദി ഗുജറാത്ത് കലാപം അടിച്ചമർത്തിയതുപോലെ നേരിടണം എന്നതാണ് ഈ ആർ എസ് എസ് സൈദ്ധാന്തികൻ കൂടിയായ ടി.ജെ. മോഹൻദാസ് പറഞ്ഞത്. മാത്രമല്ല അയാളുടെ യൂട്യൂബിൽ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ മുഴുവനായും സ്ത്രീവിരുദ്ധ പരാമർശം അല്ലെങ്കിൽ വർഗീയ പരാമർശങ്ങൾ മാത്രം പറയുന്ന ഒരാൾ അയാൾ എന്തിന് പോലീസ് ഇത്തരത്തിൽ സംരക്ഷിക്കുന്നു എന്താണ് വലിയ ചോദ്യം ഉയർന്നത്. അതിന് ആഭ്യന്തര വകുപ്പും കൂട്ടുനിൽക്കുകയാണോ എന്ന രീതിയിലാണ് വലിയ വിമർശനം ഉയർന്നു വന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് അദ്ദേഹത്തിന് വീട്ടിലെത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്താൽ ഉടൻ തന്നെ തിരുവനന്തപുരത്തേക്കാരും കൊണ്ടുപോവുക. അവിടെ തിരുവനന്തപുരം പോലീസാണ്, സൈബർ പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഉൾപ്പെടെ എടുത്തിരിക്കുന്നത്. കലാപ ആഹ്വാനത്തിനാണ് അന്ന് കേസ്. ജൂലൈ 29 എടുത്ത കേസാണ്. കാരണം അതിൽ മുൻപേ പരാതി നൽകിയിട്ടും കേസെടുക്കാൻ തയ്യാറായില്ല. പിന്നീട് അതിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നു വരികയും പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞ് പോലീസ് കേസെടുക്കുന്നു. ഇപ്പോൾ അതിൽ 11 ദിവസം കഴിഞ്ഞിട്ട് അറസ്റ്റിലേക്കുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കുകയാണ്. എന്തായാലും അത്രയും സ്ത്രീവിരുദ്ധമായ അല്ലെങ്കിൽ വർഗീയപരമായ പരാമർശങ്ങൾ നടത്തിയ ആളാണ് ഈ ടി.ജെ. മോഹൻദാസ്. അയാൾക്കെതിരെ എന്തുകൊണ്ട് പോലീസ് കേസെടുത്തില്ല, അയാൾ എന്തിനിങ്ങനെ സംരക്ഷിക്കുന്നു എന്ന ചോദ്യം പൊതുസമൂഹത്തിൽ നിന്ന് വലിയ രീതിയിൽ ഉയർന്നു വന്നിരുന്നു. അതിന് പിന്നാലെയാണ്, ഗത്യന്തരമില്ലാതെയാണ് പോലീസ് ഇപ്പോൾ അയാളുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും കസ്റ്റഡിയിലെടുത്താൽ നേരെ കൊണ്ടുപോകുക തിരുവനന്തപുരത്തായിരിക്കും. ഇപ്പോൾ മട്ടാഞ്ചേരിയിലെ അദ്ദേഹത്തിന്റെ വീട്ടിലാണ് പോലീസ് റെയ്ഡ് നടത്തുന്നത്. തിരുവനന്തപുരത്ത് നിന്നെത്തിയ സംഘമാണ് ഇപ്പോൾ അവിടെ പരിശോധന നടത്തുന്നത്.